വേനൽ ചൂടിങ്ങെത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിട്ടുണ്ട്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന മുന്നറിയിപ്പുകൾ. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എന്നാൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. ചൂട് കുറയ്ക്കുന്നതിനായി നമ്മുടെ ഭക്ഷണ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ചൂടുകാലത്ത് ധാരാളം വെള്ളം കുടിക്കേണ്ടത് നിർബന്ധമാണെന്ന് നമുക്കൊക്കെയും അറിയാം. മിക്കവരും ചെയ്യുന്ന ഒരു പ്രധാന തെറ്റാണ് വെയിലത്ത് നിന്ന് വന്നയുടൻ തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം കുടിക്കുന്നത്. എന്നാൽ ഇത് ശരീരത്തിന് ഒട്ടും നന്നല്ല എന്നതാണ് സത്യാവസ്ഥ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്തരത്തിൽ കുറഞ്ഞത് 10 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസവും കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ ചൂടുകാലത്ത് പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേവ് കുറഞ്ഞ അരിയുടെ ചോറും കഞ്ഞിയും കുടിക്കുന്നത് ദഹനം വേഗത്തിലാക്കാൻ സഹായിക്കും. കഞ്ഞി കുടിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പാൽക്കഞ്ഞിയായും കുടിക്കാം. പച്ചക്കറികളും പ്രത്യേകിച്ച് ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. വെള്ളരി, തക്കാളി, പടവലം, കുമ്പളം, മത്തൻ എന്നിവ ചൂടുകാലത്ത് കഴിക്കാൻ ഉത്തമമായ ഭക്ഷണങ്ങളാണ്. പഴവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ നിർജ്ജലീകരണം തടയാൻ സഹായിക്കുന്ന വസ്തുതകളാണ്. വേനൽക്കാലത്ത് സുലഭമായി ലഭിക്കുന്ന ചക്കയ്ക്കും മാങ്ങയ്ക്കുമൊപ്പം പഴവും തണ്ണിമത്തനും ഓറഞ്ചും ഒക്കെ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കും. തൈരും മോരും ചെറുനാരങ്ങ വെള്ളവുമൊക്കെ ധാരാളമായി കുടിക്കുന്നതും നല്ലതാണ്. മധുരം ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് ഏറെ നല്ലത്. വിയർപ്പിലൂടെ നഷ്ടമാകുന്ന സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങളെ ശരീരത്തിലെത്തിക്കാൻ ഉപ്പിട്ട മോരും നാരങ്ങ വെള്ളവും സഹായിക്കും. ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ചും ഓർക്കേണ്ടതുണ്ട്. മാംസാഹാരങ്ങളും ഫാസ്റ്റ് ഫുഡും വറുത്തതുമൊക്കെയായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇവ രാത്രികാലങ്ങളിൽ കഴിക്കുന്നത് ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. ദഹനത്തിന് സമയം വേണ്ടി വരുമെന്നതിനാൽ രാത്രിയിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉറക്കത്തെയും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ മാംസാഹാരം നിർബന്ധമാണ് എന്നുള്ളവർക്ക് ആട്ടിറച്ചി ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ചൂടുകാലത്താണെങ്കിലും മത്സ്യം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമം ശരീരത്തിന് ആരോഗ്യം നൽകുമെന്ന് മാത്രമല്ല, വേനൽക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.